ആത്മാ നിത്യമാണെന്നല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്? അപ്പം നാം നിത്യസ്വരൂപികളാണെങ്കിൽ ഒരു വർത്തമാനത്തിൽ കുടുങ്ങിക്കിടക്കേണ്ടതല്ല, പ്രസന്റ് ടെൻസിൽ ടെൻഷൻ അടിക്കേണ്ടവരല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പിറകോട്ടും പോവാം, മുന്നോട്ടും പോവാം. ഒരു വീട്ടിൽ സത്സംഗത്തിന് സ്വാമിയെ വിളിക്കണം എന്ന് അവർ വളരെ ആഗ്രഹിച്ചു. പലപ്പോഴും പരിപാടി നിശ്ചയിച്ചു, പക്ഷെ എപ്പോഴും ഇങ്ങനെ മാറി മാറിപ്പോവും. അൺഫോർച്ചുനേറ്റ്ലി സ്വാമി അവിടെ ആദ്യമായിട്ട് ചെല്ലുന്നത് സത്സംഗത്തിന് തന്നെയാണ്. പക്ഷേ ആ കുടുംബത്തിലെ ഈ പറഞ്ഞതുപോലെ മകൻ നഷ്ടപ്പെട്ട ദുഃഖം അവർ താണ്ടി കടന്നിട്ടില്ല. നമുക്കറിയുന്ന ഒരു കുടുംബമായിരുന്നില്ല, വേറൊരാളുടെ കെയർ ഓഫിൽ അവിടെ സത്സംഗം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഡേറ്റ് ഇങ്ങനെ മാറി മാറിപ്പോയി. ഒടുക്കം അവരുടെ മകൻ മരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സ്വാമിജിയെ വിളിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്ക് ഈ സമയത്ത് സ്വാമിജിയെ വിളിച്ചാൽ തിരക്കില്ല എന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ മരണം കഴിഞ്ഞിട്ട്, അവർക്ക് ദഹിച്ചിട്ടില്ല. വന്ന് നമ്മുടെ ഒരു ക്ലാസ്സിലെ അംഗങ്ങളൊക്കെ അവിടെ കൂടി. നമ്മൾ സത്സംഗത്തിന് ചെന്നിരുന്നു. അപ്പോൾ അമ്മ മുറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാമി വന്നു എന്ന് അറിയിച്ചു. അവർ പുറത്തേക്ക് വരികയാണ്. ഈ പുറത്തേക്ക് വരുമ്പോൾ വേറൊരു വസ്തുതയും കൂടിയുണ്ട്. മകൻ്റെ ഒരു ഛായാപടം നന്നായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അമ്മ ഇതുവരെ കണ്ടിട്ടില്ല. മകൻ്റെ മരണശേഷം, വേർപാടിന് ശേഷം അമ്മ അത് കാണാനും കൂടി പോവുകയാണ്. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അമ്മ കടന്നു വന്നു, ഈ ഫോട്ടോ കണ്ടു, ആലറി കരഞ്ഞു. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. വന്നിരിക്കുന്നവരുടെയൊക്കെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. കുറച്ചു നേരം ആ വികാര പ്രകടനത്തിന് അനുവാദം നൽകിയ ശേഷം നമ്മൾ ദീർഘമായിട്ട് ഓംകാരം ചൊല്ലി. ദീർഘമായിട്ട് ഓംകാരം ചൊല്ലുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ടാക്കുന്നു അറിയാം. കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോഴേക്ക് എല്ലാവരും സെറ്റിൽഡായിട്ടുണ്ട് ഒരു പരിധിവരെ. ഒരു കോയിൻസിഡൻസ് പോലെ നമ്മൾ ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് കോഴിക്കോട് പ്രശസ്തനായ ഒരു ചിത്രകാരനുണ്ട്. അദ്ദേഹം ഒറിജിനലി തൃശ്ശൂരുകാരനാണ്, ഫ്രാൻസിസ് കോടങ്കണ്ടത്ത്. അദ്ദേഹം ലയൺസ് ക്ലബിൻ്റെ ധനശേഖരണാർത്ഥം വരച്ചിട്ടുള്ള കുറേ ചിത്രങ്ങൾ കണ്ടിട്ടാണ് സ്വാമി അങ്ങോട്ടേക്ക് പോകുന്നത്. അതിലൊരു ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഓർമ്മ ഈ ചിത്രത്തെക്കുറിച്ച്. കുഴലൂതുന്ന കണ്ണൻ്റെ ചിത്രമാണ്. പക്ഷെ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കുറേ അച്ചടക്കമില്ലാത്ത വരകളെ കാണുള്ളൂ. കുറച്ചകലത്ത് നിന്ന് മാറി നിന്ന് അതിൻ്റെ കേന്ദ്രത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കൃഷ്ണനെ കാണാം. മനസ്സിലാവുന്നില്ലേ? ഇതേപോലെ ക്രൂശിതനായ യേശുവിനെയോ അതോ ഉണ്ണി യേശുവിനെയും അദ്ദേഹം വരച്ചിട്ടുണ്ടെന്നാണ് കേട്ടുള്ളത്. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഒരു കൊച്ചു ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ടെറിബിൾ. പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാട് ഒന്നുകൂടി വിശദമാക്കി കുറേ കൂടി വസ്തുതകൾ പരിഗണനയിലെടുത്താൽ ഇറ്റ്സ് ഓക്കെ. മനസ്സിലാവണില്ലേ? പ്രതിവിഷയം പ്രതിബന്ധമേറിമേവും അതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. ഓരോ ഓർമ്മയും ഡിസ്മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടി വലിയൊരു പശ്ചാത്തലം സൃഷ്ടിച്ചു കൊടുക്കുക എന്നാണ് അർത്ഥം. വ്യക്തമാവുന്നില്ലേ? കളക്ട് മോർ ഡാറ്റ ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒന്നുകൂടി അതിനെ നോക്കി കാണും. അപ്പം നിങ്ങൾക്ക് കുറേ കൂടി കംഫർട്ടബിളായിട്ട് തോന്നും. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നതിനില്ല നീതിഹാനി. നിങ്ങളുടെ സ്മൃതി വിശദമായാൽ കൂടുതൽ വലിയൊരു പശ്ചാത്തലത്തിൽ, കൂടുതൽ വലിയൊരു പരിഗണനയിൽ കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിയുമ്പോൾ അതീത വിദ്യാനിധി തെളിയുന്നതിന് നീതിഹാനിയില്ല.
എന്ന് പറഞ്ഞാൽ അതീത വിദ്യാനിധി തെളിയും. അതീത വിദ്യാനിധി ദേശകാലാതീതമായ വിജ്ഞാനം, അത് തെളിഞ്ഞു വരുന്നതിന് പിന്നെ തടസ്സങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോഴും സംഭവിക്കുന്ന അറിവിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു അനുഗ്രഹത്തിന് ശേഷമുണ്ടാകുന്ന അറിവിൻ്റെ പ്രത്യേകതയാണ് എന്താണ് എന്ന ഒരു താരതമ്യത്തിന് അടുത്ത ശ്ലോകത്തിൽ ഉത്സാഹിച്ചോട്ടെ. അഥവാ അങ്ങനെ ഒരു താരതമ്യമാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ശ്ലോകത്തിലുള്ളത്. ഈ ശ്ലോകം ഉദ്ധരിക്കുന്നത് വീണ്ടും ജനനീ നവരത്ന മഞ്ജരി സ്തോത്രത്തിലെ 3-ാമത്തെ ശ്ലോകം. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസ്സിൽ മറയും. കണ്ടാലുമീ നിലയിലുണ്ടാകയില്ലറിവഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധു ഉണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി സുകൃതി. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസ്സിൽ മറയും. കണ്ടാലുമീ നിലയിലുണ്ടാകയില്ലറിവഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി സുകൃതി. ഇപ്പോഴത്തെ അറിവിൻ്റെ പ്രകൃതം എന്താണ്? ഇന്ദ്രിയങ്ങൾ വിഷയബോധത്തെ കൊണ്ടുവന്ന് തരുന്നു. അപ്പോൾ ഒരു അറിവ് ഉണ്ടായി. അങ്ങനെ ഒരു അറിവ് വരുന്ന സമയത്ത് അംഗവും അകവും ആടുന്നു, ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നു, മനസ്സും വിക്ഷുബ്ധമാകുന്നു. കുളത്തിലൊരു കല്ലെറിഞ്ഞതുപോലെയാണ്. ഓരോ അറിവും അന്ധക്കരണത്തിലൊരു കല്ലോലത്തെ സൃഷ്ടിക്കുന്നു. ദിസ് ഇസ് ക്ലിയർ? അപ്പോൾ ഓരോ അറിവ് തോറും അംഗവും അകവും ആടുകയാണ്. ഇറ്റ് ഈസ് ഡിസ്റ്റർബ്ഡ്, ഇറ്റ് ഈസ് ഗെറ്റ് ഡിസ്റ്റർബ്ഡ്, അസ്വസ്ഥമാവുന്നു എന്നർത്ഥം. എന്നിട്ടോ ആശയം പ്രതി ചുരുണ്ട്. പിന്നെ നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വവും ആ ഒരു അറിവിൻ്റെ തലത്തിലേക്ക് ഷ്രിങ്ക് ചെയ്യുന്നു, സങ്കുചിതമായി പോകുന്നു. എന്നിട്ടോ അൾട്ടിമേറ്റ്ലി മഹസ്സിൽ മറയും. ഒരു തിരമാല എങ്ങനെയാണോ പിന്നെ സമുദ്രത്തിലേക്ക് വിലയിക്കുന്നത്, അതേപോലെ തന്നെ ഇല്ലാണ്ടാവും. പക്ഷേ ആ യാത്ര കഠിനമാവുന്നു എന്ന് പറയേ. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിത്, വാക്കുകളുടെ അർത്ഥം മനസ്സിലാവുന്നില്ലേ? കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരം ഇരുണ്ട്. എങ്ങനെ ഓടി നടന്ന ആളെ ഓരോരോ ഓർമ്മകളിൽ കുരുങ്ങി 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 പോകുന്നു. ശരിയല്ലേ? ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒന്നും ആലോചിക്കാനില്ല. ബി റിലാക്സ്ഡ് ആൻഡ് അല്ലേ? അങ്ങേയറ്റത്തെ വിശ്രാന്തി ആസ്വദിച്ചുകൊണ്ട് കേട്ടിരുന്നാൽ മതി. പക്ഷെ അപ്പോഴേക്കും ഏതോ ലോകത്ത് പോയി അവിടെ ചുറ്റും 1000 തരം എണ്ണിയാലൊടുങ്ങാത്തത്ര രീതിയിൽ ഇങ്ങനെ സങ്കോചിതമാകാൻ സ്കോപ്പുണ്ട് എന്ന്. അല്ലേ? ആലോചിച്ച അതിശയം തന്നെയാണ്. ആശ്വാസമായി സാന്ത്വനമായി ഗുരു നമ്മോട് പറയണു, കണ്ടാലുമീ നിലയിലുണ്ടാകയില്ലറിവഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി സുകൃതി.
സുകൃതിയെ സംബന്ധിച്ചിടത്തോളം, സൂര്യയെ സംബന്ധിച്ചിടത്തോളം, സൂരി തത്വബോധി, തത്വവേദി, തത്വത്തെ അറിയുന്നവൻ, അയാൾ സുഹൃതിയായിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ല, ആസ് ഫാർ ആസ് ഹീ ഈസ് കൺസേൺഡ്, അല്ലേ? ഇങ്ങനൊരു ബുദ്ധിമുട്ട് മൂപ്പർക്ക് ഉണ്ടാവില്ല. പിന്നെ മൂപ്പർക്ക് എന്താ? മൂപ്പർക്ക് ഓരോ അനുഭവത്തേനും കുടിച്ചതുപോലെയാണ്. തണ്ടാരിൽ വീണു മധു ഉണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി സുഹൃതി. പ്രപഞ്ചം അക്കോർഡിംഗ് ടു ഹിം വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമര. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം ഒരു വിരിഞ്ഞു നിൽക്കുന്ന താമര. അതിലെ ഓരോ ഇതളുകളായിട്ട് അനുഭവങ്ങൾ വിസ്തരിച്ച് നിൽക്കുന്നു. അതിലൂടെ അദ്വൈത മകരന്തം നുകർന്ന് എപ്പോഴും ശാന്തനായി, സ്വസ്ഥനായി, ആനന്ദപൂർണനായി വിരാജിക്കുന്നു. അറിവ് ഉണ്ടാവുന്നതിന് അൻപ് വേണം. അൻപ് അറിവിനെ ഉണ്ടാക്കും. അറിവ് പാപങ്ങളെ എന്നേക്കുമായി നിരാകരിക്കും. അങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം അഥവാ ജീവിത വിജയം നേടാൻ പറ്റും എന്ന് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. ഈ യാത്രയിൽ വേണ്ടത്ര ജാഗ്രത വേണം എന്ന വസ്തുത നമ്മൾ ശ്രദ്ധിച്ചു. പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം വികൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. പ്രകൃതി ചുഴറ്റിടുന്ന പ്രകാരം സുകൃതികൾ പോലും വലിച്ചഴിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രകൃതിയിൽ നിന്ന് വികൃതികൾ സംഭവിക്കുന്നു. അത് ജീവിതത്തെ ആകെ താറുമാറാക്കുമ്പോൾ അകൃതിയായിരിക്കാനാണ് നമ്മൾ പിന്നെ തീരുമാനിച്ചു കളയുക. അപ്പം ഈ അപകടത്തെ കരുതിയിരിക്കണം. വികൃതി വിടുന്നതിനായിട്ട് വേല ചെയ്യുകയാണ് വേണ്ടത്. ഇന്നലെ മനസ്സിലാക്കിയല്ലോ അല്ലേ? വേല ചെയ്യുന്ന സമയത്ത് ഫലാഗ്രഹം അറ്റ് ചെയ്യണം. അകൃതി ഇങ്ങനെ ചെയ്യില്ല. അപ്പം നമുക്ക് പ്രകൃതിയുടെ സ്വാധീനത്തിൽ നിന്ന് വിടുതൽ നേടാനും വികൃതിയെ ദൂരീകരിക്കാനും അകൃതി എന്ന അവസ്ഥയിലേക്ക് അഥവാ നിഷ്ക്രിയതയിലേക്ക് വഴിതെറ്റിപ്പോകാതിരിക്കാനും വേല ചെയ്യാം. വേല ചെയ്യുന്ന വിഷയത്തിൽ ഫലാഗ്രഹം അറ്റ് ചെയ്യണം എന്ന് ഉപദേശിച്ചിരിക്കുന്നു. ഇക്കാര്യം ഇന്നലെ വളരെ വിസ്തരിച്ച് കണ്ടിട്ടുള്ളതാണ്. ഫലാഗ്രഹം അറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫലപ്രതീക്ഷ കൂടാതെ ചെയ്യുക എന്നല്ല അർത്ഥം. നിശ്ചയമായിട്ടും നമ്മൾ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ചെയ്യണം. നിർദ്ദിഷ്ട ഫലം വന്നു ചേരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. വന്നു ചേരുന്നില്ലെന്ന് കണ്ടറിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ പക്ഷത്തു നിന്നും വീഴ്ച വന്നത് എന്ന് പഠിച്ച് അടുത്ത പ്രാവശ്യം അത്തരമൊരു വീഴ്ച ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ അല്ലേ? പിന്നെ കർമ്മരംഗത്ത് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഓർമ്മിച്ച് പറയുമോ നല്ല കുട്ടികളായിട്ട്? ആത്മാർത്ഥത സിൻസിയറിറ്റി, കുശലത എഫിഷ്യൻസി, സർഗാത്മകത ക്രിയേറ്റിവിറ്റി, ജാഗ്രത അലർട്ട്നെസ്,
സഫലത, എഫക്റ്റീവ്നെസ്. ഈ ഒരു ഉത്സാഹമൊക്കെ നേരത്തെ കാലത്തെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഉഴപ്പില്ലേ? ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, ജാഗ്രത ഉണ്ടായിരിക്കണം, അതേപോലെ കുശലത ഉണ്ടായിരിക്കണം, എഫിഷ്യൻസി, കുശലത ഉണ്ടായിരിക്കണം, ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, എഫക്റ്റീവ്നെസ്സും ഉറപ്പുവരുത്തുക. ഇന്നലെ വിസ്തരിച്ചതാണ്. എന്നിട്ടോ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഫലം. ചിലപ്പോൾ ഫുട്ബോളിലൊക്കെ കാണാം, ഗംഭീരമായ മുന്നേറ്റമായിരുന്നു ഓരോ പ്രാവശ്യവും. ഒരു പക്ഷം മറുവശത്തേക്ക് കുതിച്ച് കുതിച്ച് കയറുന്നുണ്ട്, പക്ഷേ ഗോളടിച്ചില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ബോളും കൊണ്ട് ഗോൾ പോസ്റ്റിന്റെ അടുത്തെത്തി, ആഞ്ഞടിച്ചു, ബോള് പോസ്റ്റിന് പുറകിലൂടെ പോയി, അല്ല എന്താണ് പുറത്തുകൂടി പോയി, ആള് വലയ്ക്കകത്തായി. ഇത് സംഭവിച്ചതാ 2 വർഷം, അല്ല എന്താ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫുട്ബോൾ സംഭവിച്ചതാ. ആള് വലയ്ക്കകത്തായി. ഈ ബോളിൻ്റെ കൂടെ ഓടി 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 ആളും ബോളും ഒക്കെ ഒന്നാന്ന് മൂപ്പർക്ക് തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ആള് കയറിയാലും ഗോളാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ബോള് കയറിയാലേ ഗോളാവുള്ളൂ. ഈ എഫക്റ്റീവ്നെസ് അത് പ്രധാനം തന്നെ. ഓക്കെ, നമ്മുടെ നാട് കുറേയേറെ ആലസ്യത്തിലാണ്ട് പോയിരിക്കുന്നു, ഉത്തരവാദിത്വ ബോധം കുറഞ്ഞു പോയിരിക്കുന്നു, പ്രൊഡക്ടിവിറ്റി അത് വേണ്ടത്ര ഇല്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയതാണല്ലോ. അതുകൊണ്ട് നമുക്ക് ജാഗ്രതയോടെ കാണിച്ചു കൊടുക്കാമെന്ന് പറയാം. ഓക്കെ, പൊതുവെ അച്ഛനമ്മമാരൊക്കെ പറയാറുള്ളതാണ്, ഇനി നമുക്ക് പറയണ്ടെന്ന് തീരുമാനിക്കാം. എന്ത്? നീ നന്നായാൽ നിനക്ക് നിന്ന്. അങ്ങനെയല്ല ശരിക്കും പറയേണ്ടത് കുട്ടികളോട്. നീ നന്നായിട്ട് വേണം എന്ന് പറയണം. അങ്ങനെ തിരിച്ചു പറയുമോ ഇനിമേലിൽ? ഓ, നീ നന്നായാൽ നിനക്ക് നന്നെന്ന് കേട്ടാൽ കുട്ടിയൊക്കെ എന്താ തോന്നുന്നത് അറിയാമോ? അപ്പം ഞാൻ മോശമായ എനിക്കല്ലേ മോശമുള്ളൂ, കുഴപ്പമില്ല. അപ്പം നീ നന്നായാൽ നിനക്ക് നന്ന് എന്ന് കേട്ട് കുട്ടികൾ നന്നാവാൻ അഥവാ തുടങ്ങിയാലും, സ്വാമി ഈ പുതിയ ടീച്ചേഴ്സിൻ്റെ ഉദാഹരണമാണ് പറയാറ്. പൊതുവെ പുതിയ ടീച്ചേഴ്സ് ഈ BEd കഴിഞ്ഞ് കഴിഞ്ഞാൽ TTC ആയാലും ശരി, BEd ആയാലും ശരി, നല്ല കോഴ്സ് തന്നെയാണ് കേട്ടോ. അവർ വേണ്ടത്ര അപ് ടു ഡേറ്റ് അല്ല എന്നുള്ള കുഴപ്പമുണ്ട്, എന്നാലും ഒരു നല്ലൊരു ആവേശത്തിലൊക്കെ വരിക. വന്നിട്ട് അപ്പോൾ ഈ TTC അല്ലെങ്കിൽ BEd കഴിയുമ്പോൾ അവർ ഭാവിയിലെ ടീച്ചർമാർ അല്ലെ, അധ്യാപകരാണല്ലോ, അവരാദ്യം ആലോചിക്കുന്നത് എൻ്റെ ടീച്ചർമാരൊന്നും ഈ കോഴ്സൊന്നും ചെയ്തിട്ടില്ല എന്നാണ് തോന്നണത്. മനസ്സിലായില്ലേ? എന്നെ പഠിപ്പിച്ചവരൊന്നും ഈ കോഴ്സൊന്നും ചെയ്തിട്ടുണ്ടെന്ന് തോന്നണില്ല. പിന്നെ അവർ തീരുമാനിക്കും ഏതായാലും ശരി, ഞാൻ പഠനത്തിൻ്റെ ചരിത്രത്തിൽ നൂതനമായ ഒരു അധ്യായം ഇതാ കുറിക്കാൻ പോകുന്നു. അങ്ങനെ ഉത്സാഹത്തിൽ അങ്ങോട്ട് ചെല്ലും. അപ്പോൾ പഴയ ടീച്ചർമാരിക്കുന്നുണ്ടാവും, ടീച്ചർമാരും മാഷന്മാരും ഒക്കെ ഇരിക്കുന്നുണ്ടാവും. അവരിങ്ങനെ നോക്കും, ഞാൻ ചെല്ല് എത്ര കാലം നോക്കട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വലിയ ഉത്സാഹത്തിൽ അങ്ങോട്ട് വരുമ്പോൾ ഇവരിങ്ങനെ ചെല്ല് നോക്കട്ട് എന്ന മട്ടിൽ. കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ വിചാരിക്കും, ഞാൻ മാത്രം നന്നായിട്ട് ഇപ്പം എന്താ കാര്യം. ഓക്കെ, അത് നമുക്കിതൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? നീ നന്നായ നിനക്ക് നന്നെന്ന് പറയുന്നതിന് പകരം നീ നന്നായിട്ട് വേണം, വി ആർ എക്സ്പെക്റ്റിംഗ് എന്നൊരു മട്ട്. ഓക്കെ. 2, ഞാൻ മാത്രം നന്നായിട്ട് എന്താ കാര്യം എന്ന് തോന്നുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് പറയണം, ഞാൻ നന്നായിട്ട് വേണം. മറ്റൊന്നും കൂടി കൂട്ടത്തിൽ ഓർമ്മിക്കാം. ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, നീ നന്നായാൽ
ലോകത്തിൽ ഒരു വിഡ്ഢിയുടെ എണ്ണം കുറഞ്ഞു. അപ്പം അത്രയെങ്കിലും എന്നാലാവുന്ന ഒരു സംഭാവന ഞാൻ ചെയ്യട്ടെ എന്ന് അങ്ങോട്ട് നിരീക്കുക. ദിസ് ഈസ് ഓക്കെ. അത് നമുക്ക് മാതൃക കാണിക്കാം. കുറച്ചൊരു ആധ്യാത്മികതയൊക്കെ വശമായി അതോടുകൂടി എനിക്കിപ്പോൾ ഒന്നിലൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന മട്ടിൽ അകം വലിയവുമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മാതൃകയല്ല. നമ്മൾ ഇന്നലെ കണ്ടു, ഭഗവാൻ കൃഷ്ണനാണ് ദൃഷ്ടാന്തം. 3 ലോകത്തിലും ഒന്നും ചെയ്യാനില്ലാഞ്ഞിട്ട് പോലും സജീവമായി വർത്തിച്ചു. ഇന്നലെ സ്വാമിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടി. തന്നവർക്കൊക്കെ കൃതജ്ഞത അറിയിക്കട്ടെ. നല്ലൊരു എന്താണ് പ്രചോദനമായി. ഇപ്പം എല്ലാവരും അതിൻ്റെ റിസൾട്ട് കാണിക്കൂ. പൂജ്യ ഗുരുജി തേജോമയൻജി പറയാറുണ്ട്, ഷോ മീ ദി റിസൾട്ട്. കേട്ടില്ലേ? കാണിക്കൂ. നമുക്ക് നമ്മുടെ നാടിൻ്റെ ചരിത്രം നിശ്ചയമായിട്ടും മാറ്റി എഴുതാൻ പറ്റും. അപ്പം ആ ഒരു ഉത്സാഹം എങ്ങും പ്രകടമായി കാണട്ടെ. ഓക്കെ. ഇപ്പം കൃഷ്ണൻ മാതൃകയാണ് എന്ന് പറയും. കൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത് ജനകനെയാണ്. താനും ആളും വിശ്രമിക്കുന്നവനായിരുന്നില്ല, ഊർജ്ജസ്വലമായി കർമ്മം ചെയ്യുന്നവനായിരുന്നു എന്നർത്ഥം. ഓക്കെ. പിന്നെ നമ്മൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് തിരുത്തിയത് ഫലപ്രതീക്ഷ പാടില്ല എന്നുള്ളത് നമ്മൾ കേട്ട് പഠിച്ചിരിക്കുന്നു. സ്വാമി ഇന്നലെ പറഞ്ഞു ഫലപ്രതീക്ഷ ഉണ്ടായിക്കോട്ടെ. അവിടെ പ്രതീക്ഷ പാടില്ല എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? 2 കാര്യം. ഒന്നാമത്തെ കാര്യം, ഫലത്തിൽ നിന്ന് ആനന്ദം പ്രതീക്ഷിക്കാതിരിക്കൽ. മനസ്സിലാവണില്ലേ? ആനന്ദത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് തീരുമാനിക്കുക. അതിനെന്ത് വേണം? ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് നോക്കിയിരുന്ന് അവനവൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ആനന്ദത്തെ നുകർന്നു തുടങ്ങണം. ആദ്യമൊന്നും വിജയിച്ചു എന്ന് വരില്ല, പക്ഷേ ഉത്സാഹിച്ചോളൂ, നിരാശപ്പെടില്ല.